കോൺഗ്രസിന് സമീപകാലത്തൊന്നും തന്നെ ഇത്രയധികം നാണക്കേടുണ്ടായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവിൽ വലിയ പ്രതീക്ഷയായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിലുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് വലിയ നേതാവായി മാറി. പ്രത്യേകിച്ചും സമരമുന്നണികളിൽ ഇടതുപക്ഷ നേതാക്കന്മാരെയും മുഖ്യമന്ത്രിയുമൊക്കെ കണക്കിന് ശാസിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച ധൈര്യത്തെ KPCC നേതാക്കന്മാർ പോലും വളരെയധികം ശ്ലാഘിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ എല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിലത്ത് വീണ് അടിഞ്ഞു തകർന്നു എന്ന് തന്നെ പറയാം. ഒന്നല്ല രണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു സ്ത്രീ പീഡന കേസ് കൂടി വന്നതോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തരത്തിലുള്ള വിയോജിപ്പാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നു വരുന്നതെന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ചും 23 വയസ്സുള്ള ഒരു യുവതി ബംഗളൂരു സ്വദേശിനിയാണ്. അവർ നൽകിയ പരാതി കേരളത്തിലല്ല, AICC നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. അതായത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വലിയ തരത്തിലുള്ള പരാതി, 3 പേജ് വരുന്ന പരാതിയാണ് അവർ നൽകിയത്. അതിൽ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അധികം ഉപദ്രവിച്ചുവെന്നും അതിനപ്പുറത്തേക്ക് അവരുമായി ശാരീരിക ബന്ധം പുലർത്തിയുമെന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി. ആ പരാതി കിട്ടിയ മാത്രമേ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേരെ കേരളത്തിലേക്ക് അയച്ചു കൊടുത്തു. KPCC പ്രസിഡന്റ് അത് വായിച്ചതിന് തൊട്ടു പിന്നാലെ DGPക്ക് കൈമാറി. അതൊരു മുഖം രക്ഷിക്കലിൻ്റെ ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം KPCC വല്ലാതെ ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു സമയം, പ്രത്യേകിച്ചും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾ വാർഡുകൾ തോറും ഓടി നടക്കുന്ന ഒരു സമയത്ത് അവരുടെ യുവ നേതാവിനെതിരെ രണ്ടാമത്തെ പരാതി, അതും ബംഗളൂരു സ്വദേശിനിയായ ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു എന്നുള്ളതാണ് പരാതി. സ്ത്രീകളിൽ അല്ലെങ്കിൽ സ്ത്രീ വോട്ടർമാർ ഇത്രയും അധികം അകർന്നു പോകണമെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീ വോട്ടർമാർ പാർട്ടിയിൽ നിന്നും അകർന്നു പോകാൻ കിട്ടിയ ഒരു വലിയ അവസരം, ഇത് പാർട്ടിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുമെന്ന് നേതാക്കന്മാർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് KPCC അധ്യക്ഷൻ നേരിട്ട് ആ പരാതി DGPക്ക് കൈമാറി തൽക്കാലം ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ ശ്രമിച്ചത്. പക്ഷേ അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല പ്രശ്നങ്ങൾ. AICC നേതൃത്വം ഇപ്പോഴും പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെന്ന്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നടപടിക്രമങ്ങളോട്, അല്ലെങ്കിൽ സ്ത്രീകളോട് നടത്തിയിട്ടുള്ള ഈ നീതികേടിനോട്, അല്ലെങ്കിൽ അവരെ ആക്രമിച്ചതിനോട്, അല്ലെങ്കിൽ അവരെ വലിയ തരത്തിൽ പീഡിപ്പിച്ചതിനോടൊക്കെ തന്നെ AICC നേതൃത്വത്തിന് വലിയ വിയോജിപ്പുണ്ടായിരുന്നു. അത് നേതാക്കന്മാരെ അറിയിച്ചതാണ്. പക്ഷേ അന്ന് സംസ്ഥാനത്ത് നിന്നുള്ള ചില നേതാക്കന്മാർ, പ്രത്യേകിച്ചും AICC ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ സ്വാധീനിച്ചതുകൊണ്ട് മാത്രമാണ് അന്ന് രാഹുൽ മാങ്കൂട്ടം തെറിക്കാതിരുന്നത്, തൽക്കാലം അവിടെ തൂങ്ങി നിന്നത്, ഒരു സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങിയത്. ഇന്നതല്ല സ്ഥിതി, എല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാമത് പരാതി കോൺഗ്രസ് നേതാക്കന്മാർക്ക് നൽകിയ പെൺകുട്ടി കൂടി പോലീസിന് നേരിട്ട് പരാതി നൽകിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ വല്ലാത്ത ഗതിയിലേക്ക് മാറും. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവിന് പിന്നെ ഭാവി എങ്ങും ഉണ്ടാകില്ല. മാത്രവുമല്ല, കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കന്മാർ, ചെറിയ ഒരു വിഭാഗം നേതാക്കന്മാർ മാത്രമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് പാർട്ടിയിൽ ഉള്ളത്. അതേസമയം മുൻ KPCC അധ്യക്ഷന്മാരായ K മുരളീധരൻ, രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഇവരൊക്കെ തന്നെ ഒറ്റ വാക്കിൽ ഒരേ സ്വരത്തിൽ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവ് പാർട്ടിക്ക് വേണ്ട. കാരണം പാർട്ടി വളരെ അധികം ബുദ്ധിമുട്ടി മുടന്തി ഏകദേശം ഒരു തിരഞ്ഞെടുപ്പിൻ്റെ വക്കോളം എത്തി നിൽക്കുമ്പോൾ ഇത്തരം പ്രവൃത്തികൾ വാർത്തയായും കേസായും വരുമ്പോഴേക്കും ആ നേതാവിനെ വീണ്ടും ചുമലിലേറ്റി മുന്നോട്ട് പോകുന്നത് പാർട്ടിയുടെ തകർച്ചയിലേക്കാണെന്ന് അവർക്ക് നന്നായി അറിയാം. പിന്നീട് ആരാണ് ഇപ്പോൾ പുതിയ രക്ഷകരായി എത്തിയിരിക്കുന്നത്? അതാണ് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ വാതുറന്ന് വിളിച്ചു പറയുമോ? ആ ഒരു പേടി ഈ നേതാക്കന്മാർക്കുണ്ടോ? എന്താണെന്നറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി ഇനി കോൺഗ്രസിൽ ഏറെ നാൾ ഉണ്ടാകില്ല എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ വേണ്ടി ചില നീക്കങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം രാവിലെ നടത്തിയെങ്കിലും അത് പിന്നീട് നിർത്തിവെക്കുകയായിരുന്നു. കാരണം കോടതിയുടെ പരിഗണനയിൽ ചില കേസുകൾ ഇരിക്കുന്നത് കൊണ്ടാണ് തൽക്കാലം അത് അവസാനിപ്പിച്ചത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് നിയമ സംവിധാനത്തിന് മുമ്പിൽ കീഴടങ്ങിയേ മതിയാവുകയുള്ളൂ. ചോദ്യം ചെയ്യലിന് മുന്നിലെത്തണം. ചോദ്യമുനകൾ എല്ലാം കരുതി വെച്ച് പോലീസ് കാത്തിരിപ്പുണ്ട്. കാരണം വലിയ പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പീഡനത്തിനിരയായ യുവതി നൽകിയിരിക്കുന്നത്. ആ പരാതികൾക്കെല്ലാം കൃത്യം മറുപടി പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞേ മതിയാവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വലിയ തരത്തിലുള്ള നാണക്കേടുകൾ ഇനിയും പുറത്തു വരാനിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും ചുമന്നുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകണമോ എന്നാണ് ഒരു വിഭാഗം നേതാക്കന്മാർ ചോദിക്കുന്നത്.
ആ ചോദ്യത്തിന് വലിയ താമസമില്ലാതെ മറുപടി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ നേതാക്കന്മാർക്കുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ചില നേതാക്കന്മാർ എന്തിനാണ് ഈ വൈകിയ വേളയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോകാൻ നിൽക്കുന്ന ഈ അവസരത്തിലും എന്തിനാണ് സംരക്ഷണ കവചമൊരുക്കുന്നത് എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തി പ്രാപിക്കും. താഴെ തട്ട് മുതൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ രംഗത്തെത്തും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു.